ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങളുടെ ചൈന യാത്ര തുടങ്ങുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഹാനോയ് വഴി ഹോങ്കോങ്ങിലേക്കുള്ള വിയറ്റ്നാം എയർലൈൻസിലാണ് ഞങ്ങളുടെ യാത്ര. ഹോങ്കോങ് വരെ മാത്രമാണ് ഫ്ലൈറ്റിലുള്ള യാത്ര. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഫെറി എടുത്താണ് യാത്ര. അതുകാരണം തന്നെ ഹോങ്കോങ്ങിൻ്റെ ട്രാൻസിറ്റ് പാർ അഥവാ പ്രീ അറൈവൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഞങ്ങൾ അത് ഫിൽ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ പാസ്പോർട്ടിലുള്ള ഒരു കോമ പാറിൽ ഇല്ല എന്നതിനാൽ 4 പേരുടെ പാറ് ക്യാൻസലായിപ്പോയി. പിന്നീട് എയർപോർട്ടിലിരുന്ന് വീണ്ടും അതെല്ലാം ഫിൽ ചെയ്ത് ഏറ്റവും അവസാനത്തെ യാത്രക്കാരായാണ് ഞങ്ങൾ ബോർഡ് ചെയ്തത്. പിറ്റേ ദിവസം 1 മണിയോടുകൂടിയാണ് എത്തിയത്. 11:30 പുറപ്പെട്ട ഫ്ലൈറ്റ് 6:30 ഹാനോയ് ടൈം 6:30 ഹാനോയിലും അവിടുന്ന് 10:30 പുറപ്പെട്ട ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 1 മണിക്ക് ഹോങ്കോങ്ങിലും എത്തി. ഹോങ്കോങ് എയർപോർട്ട് വളരെ വലുതാണ്. അവിടുന്ന് ഫെറി ടെർമിനലിലേക്ക് ഇൻ്റർ ടെർമിനൽ കണക്ഷൻ ട്രെയിൻ എടുത്ത് ഞങ്ങൾ പോയി. ഇവിടെയാണ് മക്കാവിലേക്കും മെയിൻലാൻഡ് ചൈനയിലേക്കുമൊക്കെയുള്ള ഫെറി കിട്ടുന്നത്. ഒരാൾക്ക് ഏകദേശം 60 ഹോങ്കോങ് ഡോളറാണ് ടിക്കറ്റ് റേറ്റ്. കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. ഞങ്ങളുടെ ലഗേജ് എല്ലാം ഫ്ലൈറ്റിൽ നിന്നും നേരെ ഈ ഫെറിയിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇനി ഷെൻസൻ പോർട്ടിലെത്തിയിട്ടാണ് ലഗേജസ് എല്ലാം കളക്ട് ചെയ്യേണ്ടത്. നല്ല സൗകര്യമുള്ള ഒരു ക്യാബിനാണ് ഇതിനകത്ത്. ഞങ്ങളുടെ ബോട്ട് നീങ്ങി തുടങ്ങി. ഇതൊരു ഇൻ്റർനാഷണൽ യാത്ര തന്നെയാണ്. ഹോങ്കോങ്ങിൽ നിന്നും മെയിൻലാൻഡ് ചൈനയിലേക്കുള്ള യാത്ര. ഷെൻസൻ പോർട്ടിലെത്താൻ ഏകദേശം 40 മിനിറ്റ് നേരമെടുക്കും. ഈ ബോട്ടിനകത്ത് തന്നെ ലഘുഭക്ഷണങ്ങളെല്ലാം ലഭ്യമാണ്. കുറച്ച് നീങ്ങിയപ്പോൾ നല്ല സ്പീഡിലായി യാത്ര. ഷെൻസൻ ഇൻ്റർനാഷണൽ ഫെറി ടെർമിനലിലെത്തി. ഇവിടെ വിനോദേട്ടൻ കാത്തു നിൽപ്പുണ്ട്. ഞങ്ങൾ എമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ഒരു മാളിലേക്ക് പോയി. ഏകദേശം 1 ദിവസം നീണ്ടു നിന്ന യാത്രയുടെ നല്ല ക്ഷീണമുണ്ടായിരുന്നു. എങ്കിലും ചൈനയിലെ ആദ്യ ദൃശ്യങ്ങളുടെ വിസ്മയത്തിലായിരുന്നു ഞങ്ങൾ. ഡിന്നർ കഴിക്കാനെത്തി. ഒരു പരമ്പരാഗത ചൈനീസ് ഡിന്നറാണ്. എന്തൊക്കെയോ വിഭവങ്ങൾ ഓർഡർ ചെയ്തു. എല്ലാം ഓർഡർ ചെയ്യുന്നത് വിനോദേട്ടനാണ്. കൂടെ അമ്മയും മകൾ ലീയും ഉണ്ട്. തൊട്ടടുത്തിരിക്കുന്നത് വിനോദേട്ടൻ്റെ ഡ്രൈവറാണ്. ഓരോ വിഭവങ്ങളുടെയും പ്രത്യേകതകളും അത് കഴിക്കേണ്ട വിധവും എല്ലാം പറഞ്ഞു തരികയാണ്. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. നേരെ കണ്ടത് ഹുവാവേയുടെ ഒരു ഷോറൂമാണ്. പക്ഷേ അതിനുള്ളിലേക്ക് ഞാൻ ഓടിക്കയറാൻ കാരണം ഇവിടെ കണ്ട ഈ കാറുകളാണ്. ഇതെല്ലാം ഹുവാവേ നിർമ്മിക്കുന്നതല്ല, മറ്റു കമ്പനികൾ നിർമ്മിക്കുന്നതാണ്. പക്ഷേ ഇതെല്ലാം ഡ്രൈവർലെസ് കാറുകളാണ്. ഇതിന് വേണ്ട ഡ്രൈവർലെസ് ടെക്നോളജി നിർമ്മിച്ചു കൊടുക്കുന്നത് ഹുവാവേയാണ്. ഓരോ കാറുകളുടെയും പ്രത്യേകതകൾ വിശദമായി പരിശോധിക്കുന്ന എൻ്റെ ഈ കൗതുകം കണ്ടിട്ട് നാളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിനോദേട്ടൻ ഉറപ്പ് നൽകി. ഒരു സ്ട്രീറ്റ്, ഒരു മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റായും കാറുകളുടെ ഷോറൂമുകളാണ്. പക്ഷേ അത് കേട്ടൊന്നും ഞാൻ നിർത്തിയില്ല. നേരം വളരെ വൈകിയതും ക്ഷീണവും എല്ലാം മറന്ന് ഞാൻ അവിടെ കിടക്കുന്ന എല്ലാ കാറുകളും വിശദമായി പരിശോധിച്ചു. എല്ലാ കാറുകളും സെൽഫ് ഡ്രൈവിംഗ് കാറുകളാണ്. ഓരോന്നോരോന്നായി കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഇതാ മറ്റൊരു ഷോറൂം, ഷിയോമിയുടെ. ഇവിടെ നമ്മുടെ നാട്ടിൽ ലഭിക്കാത്ത പല ഫോൺ മോഡലുകളും കിട്ടും. അതിന് പുറമെ ഹോം അപ്ലയൻസസിൻ്റെ നിരവധി സാധനങ്ങളുണ്ട്. വാഷിംഗ് മെഷീൻ, AC എല്ലാം MIക്കുണ്ട്. പക്ഷേ അതിന് പുറമെ കാറുകളും ഇവിടെ അവൈലബിളാണ്. ഇവിടെ ഷിയോമിയുടെ കാർ വളരെ പ്രശസ്തമാണ്. 3 മോഡലുകളുണ്ട് അവർക്ക്.
ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാനും കഴിയും. കുറച്ചെവിടെയോ ഒരു പോർഷയുടെ കട്ട് തോന്നി, പക്ഷേ വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിന്. ഒരുപാട് ആക്സസറികളുണ്ട് ഈ ഡാഷ്ബോർഡിൽ വയ്ക്കുന്നതായും വയർലെസ് സൗകര്യങ്ങൾ, നമുക്ക് വയർലെസ് ആയിട്ട് ടോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്പീക്കറുകൾ നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാൻ കഴിയും. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ നിറങ്ങളും അലോയ് വീലും എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇതെല്ലാം ആക്സസറികളാണ്. അടുത്ത ദിവസം രാവിലെയായി. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ വിനോദേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുത്തെ പാർക്കുകളിലെ ബെഞ്ചുകളിൽ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് മൊബൈൽ ചാർജ് ചെയ്യാം. ആളില്ലാത്ത നേരത്ത് അതിൽ ഘടിപ്പിച്ച സോളാർ പാനലുകൾ അതിനകത്തുള്ള ബാറ്ററിയെ ചാർജ് ചെയ്യുകയും ചെയ്യും. റോഡ് ക്രോസ് ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ചെറിയ ബാറ്ററി സ്കൂട്ടറുകളെയാണ്. ഇവ പോകുന്നതെല്ലാം ഫുട്പാത്തിലൂടെയാണ്. ചെറിയ വേഗതയുള്ള സ്കൂട്ടറുകളായത് കാരണം അതിന് പ്രത്യേകിച്ച് ലൈസൻസും വേണ്ട. വീടിനടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും അല്പം സ്നാക്സുകളൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇന്നലെ പറഞ്ഞ ആ കാർ ഷോറൂമുകളുടെ സ്ട്രീറ്റിലേക്ക് തന്നെയാണ് വിനോദേട്ടൻ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വാഹനമാണ് ഈ ചെറു സ്കൂട്ടറുകൾ. ഇത് നമുക്ക് സ്വന്തമായി വാങ്ങാനും വാടകയ്ക്കെടുത്ത് ഓടിക്കാനും സാധിക്കും. ഇത്തരം സ്കൂട്ടറുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന നിരവധി കമ്പനികളുണ്ട് ഇവിടെ. സാധാരണക്കാരൻ്റെ നിത്യയാത്രയ്ക്കും ഓൺലൈൻ ഡെലിവറികൾക്കും ഒക്കെ ഈ സ്കൂട്ടർ തന്നെയാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ആ സ്ട്രീറ്റിലെത്തി. അമേരിക്കൻ നിർമ്മാതാക്കളായിട്ടുള്ള ടെസ്ലയ്ക്കൊപ്പം നിരവധി ചൈനീസ് കാർ മാനുഫാക്ചേഴ്സിൻ്റെ ഷോറൂമുകളും ഇവിടെയുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെയായി ഒരു ടെസ്ല നേരിട്ട് കണ്ടിട്ടില്ലാത്തതിനാൽ ഞാൻ ആദ്യം തന്നെ ടെസ്ലയുടെ ഷോറൂമിലേക്കാണ് നടന്നത്. വിനോദേട്ടൻ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, അയ്യോ അതിലേക്ക് ആരും പോവാറില്ല. അതെ, അങ്ങനെ പറഞ്ഞതിന് കാരണമുണ്ട്. ടെസ്ലയ്ക്ക് ഇതുവരെയായും ഡ്രൈവർലെസ് കാർ ടെക്നോളജിയിൽ ഒരു കാർ ഇറക്കിയിട്ടില്ല. ഡ്രൈവർലെസ് കാർ ഫീച്ചർ ഇല്ലാത്തത് കാരണം വിറ്റുപോവാതെ കിടക്കുകയാണ് ഇവയെല്ലാം. അതിനൊരു കാരണവുമുണ്ട്. ചൈനയിലെ ട്രാഫിക് നിയമങ്ങൾ വളരെ ശക്തമാണ്. മാനുവലായി നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചെറിയ പ്രോബ്ലങ്ങൾക്ക് പോലും കടുത്ത ഫൈൻ നേരിടേണ്ടി വരും. ഡ്രൈവർലെസ് കാറുകളാണെന്നുണ്ടെങ്കിൽ കൃത്യമായി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ചാർജിങ് സ്റ്റേഷൻസ് സ്പീക്കർ പവർ 10 minutes ആണ് വരുന്നത്. 10 minutes 10 to 80%. അതെ, 80% വരെ ചാർജ് ചെയ്യാൻ വെറും 10 മിനിറ്റ് മാത്രം മതി ഇവരുടെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ. കാറുകളുടെ ഇൻറ്റീരിയർ എല്ലാം വളരെ മികച്ചതാണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയും നല്ല പ്രീമിയം മെറ്റീരിയൽസുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാറിലെല്ലാം കാണുന്ന ഹെഡ്ലൈറ്റിലും ടെയിൽ ലൈറ്റിലും ഉള്ള ബ്ലൂ ലൈറ്റാണ് ഇതിൻ്റെ ഡ്രൈവർലെസ് ഫീച്ചറിനെ സൂചിപ്പിക്കുന്നത്. വാഹനം ഓടുന്ന സമയത്ത് ഈ ബ്ലൂ ലൈറ്റ് ഓൺ ആണെങ്കിൽ ഡ്രൈവർലെസ് ആയിട്ടാണ് ഇത് പോകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഓഫായിരിക്കുകയാണെങ്കിൽ മാനുവലായി ഒരു ഡ്രൈവർ കൈകാര്യം ചെയ്യുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നിരവധി കമ്പനികളുടെ വാഹനങ്ങളുണ്ട് ഇവിടെ. പലതും പല തരത്തിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നവയുമാണ്. ടെസ്ലയുടെ ഷോറൂമിൽ കയറിയപ്പോൾ മാത്രമാണ് ടെസ്റ്റ് ഡ്രൈവ് വേണോ എന്ന് ചോദിച്ചത്. ഇത്തരം ഡ്രൈവർലെസ് കാറുകളിൽ ടെസ്റ്റ് ഡ്രൈവ് വേണോ എന്ന് ചോദിക്കുന്നത് തന്നെ ഔചിത്യക്കുറവാണല്ലോ. ഇൻ്റർനാഷണൽ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് ടെസ്ല വെച്ച് നീട്ടിയ ടെസ്റ്റ് ഡ്രൈവ് നിരസിക്കേണ്ടി വന്നു. ഇതിൻ്റെ സ്റ്റിയറിംഗ് കണ്ടോ? സ്റ്റിയറിംഗ് ഹാഫേ ഉള്ളൂ. ഈ കാറിൻ്റെ സ്റ്റിയറിംഗ് പോലും വളരെ ഇന്നോവേറ്റീവായി ഡിസൈൻ ചെയ്തതാണ്.
വോക്സ്വാഗണിൻ്റെ ID.6 ആണിത്. മറ്റൊരു കമ്പനിയുമായി സഹകരിച്ച് സെൽഫ് ഡ്രൈവിംഗ് ഫീച്ചർ ഉൾപ്പെടുത്തിയാണ് ഇതിവിടെ ഇറക്കിയിരിക്കുന്നത്. ഈ കാർ ലോകത്തിൻ്റെ മറ്റെവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പില്ല. ഷോറൂമുകൾക്ക് പുറമെ ഇവിടെ പല ഭാഗങ്ങളിലായി ഇങ്ങനെ ഒറ്റപ്പെട്ട കാറുകളും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. സ്ട്രീറ്റിൻ്റെ ഈ അറ്റം വരെ കാർ ഷോറൂമുകളായിരുന്നു. ഇനി അങ്ങോട്ട് റെസ്റ്റോറൻറ്റുകളാണ്. വീണ്ടും വിശന്നു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പ് കണ്ടു. സ്റ്റാർബക്സ് പോലെ ഉണ്ടാക്കിയതാണ്. സ്റ്റാർബക്സും ഉണ്ട് ചൈനയിൽ. ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ സ്റ്റാർബക്സ് സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ഷാങ്ഹായിലാണ്. ഇന്നത്തെ ലഞ്ച് ഒരു ജാപ്പനീസ് രീതിയിലാക്കാം എന്നായിരുന്നു പ്ലാന്. പക്ഷേ അന്വേഷിച്ചു പോവാൻ ഞങ്ങളുടെ വിശപ്പ് അനുവദിക്കാത്തതിനാൽ ഒരു പരമ്പരാഗത ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ കയറി. ടോഫു, ബീഫ്, പോർക്ക്, ചിക്കൻ, ഫിഷ് എന്നിവയെല്ലാം ഉണ്ട് ഈ ലഞ്ചിൽ. നമ്മുടെ ഈ ചൈനീസ് സുഹൃത്ത് ചോപ്സ്റ്റിക്ക് വെച്ച് കടുക് വരെ പറക്കി തിന്നും. എന്നാൽ നമുക്കതൊന്ന് നേരെ പിടിക്കാൻ തന്നെ കുറച്ച് അധ്വാനം വേണം. ലഞ്ച് കുറച്ച് ഹെവിയായി, എങ്കിലും ഞങ്ങൾ നന്നായി ആസ്വദിച്ചു. പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒരു ഗ്ലാസ് ടവറിനുള്ളിൽ 2 പേർ നിന്ന് പറന്ന് കളിക്കുന്നു. താഴെ നിന്ന് ശക്തിയായ കാറ്റിൻ്റെ പ്രവാഹമാണ് ഇവരെ ഇതിൽ ഫ്ലോട്ട് ചെയ്യിക്കുന്നത്. വളരെയധികം പരിശീലനം വേണ്ട ഒരു അഭ്യാസമാണിത്. അവിടെ അത് പരിശീലിപ്പിക്കുന്നുമുണ്ട്. ഈ മാളിലൂടെ ഒന്ന് കറങ്ങി ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഗ്രൗണ്ടിൽ നിന്നും 4-5 നില ഉയരത്തിൽ ഷോപ്പിംഗ് മാളുകളാണ്. അതിനു മുകളിൽ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങുകളും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളും ഉയർന്നു നിൽക്കുന്നു. ബിൽഡിങ്ങുകൾക്ക് മുകളിലും മരങ്ങൾ ഉൾപ്പെടെയുള്ള ഗാർഡനുകളും സെറ്റ് ചെയ്തിരിക്കുന്നു. ഭൂമിക്കടിയിലുള്ള ലോകത്തിലാണ് സബർബൻ ട്രെയിലുകളും അതിൻ്റെ സ്റ്റേഷനുകളും. ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് വന്നു. ഇവിടെ പലതരം പഴങ്ങളും ചക്കയും ഒക്കെ റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചക്ക തന്നെയാണ്, ഡൂരിയനല്ല. പണിതുകൊണ്ടിരിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിലെ ഒരു ഡെമോ ഫ്ലാറ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ കയറി. ചൈനയിലെ മോഡേൺ വീടുകളുടെ സൗകര്യങ്ങളും ഇവിടുത്തെ നിർമ്മാണ രീതിയും നമുക്കിവിടെ കാണാം. പ്രധാന ഡോർ കടന്നു ചെല്ലുന്നത് തന്നെ അടുക്കളയിലോട്ടാണ്. അതിനുശേഷമാണ് ഹാളും ബെഡ്റൂമുകളും എല്ലാം. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബം എങ്ങനെയാണോ ഈ വീട് ഉപയോഗിക്കുക, അങ്ങനെയെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഡംബരം മാത്രമല്ല, സ്മാർട്ട് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുള്ള ഓട്ടോമേഷനും മൊബൈൽ ആപ്പോ വോയിസ് കമാൻഡോ ഉപയോഗിച്ച് നിയന്ത്രിക്കാനും പറ്റുന്ന തരത്തിൽ സജ്ജീകരിച്ചതാണ് ഇത്തരത്തിലുള്ള ആധുനിക ഫ്ലാറ്റുകൾ. 2-3 ടൈപ്പ് ഫ്ലാറ്റുകൾ കണ്ട് ഞങ്ങൾ അവിടെ നിന്നും പുറത്തിറങ്ങി. വെറും 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്ന ഈ പ്രദേശം ഇന്ന് അമ്പരചുംബികളാലും അത്യാധുനിക സാങ്കേതിക വിദ്യയാലും വേഗമേറിയ ഗതാഗത സംവിധാനം കൊണ്ടും ലോകത്തെ അമ്പരിപ്പിക്കുന്ന ഒരു ആഗോള മഹാനഗരമായി മാറിയിരിക്കുന്നു. 1980-ൽ ചൈനയിൽ ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോണായി പ്രഖ്യാപിക്കുന്നതോടെയാണ് ഷെൻസൻ്റെ അതിവേഗ വളർച്ച ആരംഭിച്ചത്. ഇന്ന് ചൈനയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ഈ നഗരം ഹുവാവേ, ടാൻസൻ, DJI, BYD തുടങ്ങിയ പ്രമുഖ സാങ്കേതിക കമ്പനികളുടെ ആസ്ഥാനവുമാണ്. ഷെൻസൻ്റെ ആകാശരേഖയ്ക്ക് അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന KK100 നഗരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അമ്പരചുംബികളിലൊന്നാണ്. 2011-ൽ പൂർത്തിയായ ഈ കെട്ടിടം 100 നിലകളുള്ള 442 മീറ്റർ ഉയരത്തിലുള്ള ലുവാവു ജില്ലയിലെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് ഷെൻസൻ്റെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു KK100. ആധുനിക ചൈനയുടെ വളർച്ചയും സാമ്പത്തിക ശക്തിയുടെയും പ്രതീകമായാണ് ഇത് കണക്കാക്കുന്നത്. ഗ്ലാസ് കൊണ്ടുള്ള അതിൻ്റെ മനോഹരമായ രൂപകൽപ്പന രാത്രിയിൽ പ്രകാശം നിറഞ്ഞ നഗരക്കാഴ്ചയോട് ചേർന്ന് അത്യന്തം ആകർഷകമായ ദൃശ്യവിരുന്ന് ഒരുക്കുന്നു.
സ്റ്റീലും ഗ്ലാസും ചേർത്തിണക്കി വളരെ മനോഹരമായാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം. ഈ ഭീമൻ ടവറിൻ്റെ 75 മുതൽ 100 വരെയുള്ള നിലകളിലാണ് ആഡംബരത്തിൻ്റെ മറ്റൊരു ലോകമായ സെൻറ്റ് റീജിയസ് ഷെൻസൺ പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള സെൻറ്റ് റീജിയസ് ഹോട്ടലുകളിൽ ഒന്നായി അറിയപ്പെടുന്ന ഈ ഹോട്ടലിൻ്റെ പ്രധാന ലോബി തന്നെ 96 നിലയിലാണ്. മേൽക്കൂര വരെ നീളുന്ന ഈ ഗ്ലാസ് ജനലിലൂടെ ഷെൻസൻ്റെ വിസ്മയിപ്പിക്കുന്ന നഗരക്കാഴ്ചയും സൂര്യാസ്തമയവും ഒക്കെ ആസ്വദിക്കാനാവും. വ്യക്തിഗത ബട്ട്ലർ സേവനം, ആധുനിക സൗകര്യങ്ങൾ, മികച്ച റെസ്റ്റോറൻറ്റുകൾ എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരു അത്യാഡംബര റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ. ചൈനയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്തമായ ഭക്ഷണങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ്. ചാർസിയോ, മാപ്പോ ടോഫു, സിച്ചുവാൻ ഹോട്ട് പോട്ട്, പീക്കിംഗ് ഡക്ക് അഥവാ ബീജിംഗ് ഡക്ക് എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു. അതിനു പുറമെ ചില ഇന്ത്യൻ മസാലകളും ഇവിടെ നിരത്തി വച്ചിട്ടുണ്ട്. നിരവധി സീ ഫുഡ് ഓപ്ഷനുകളും ഉണ്ട്. അതിൽ 1-2 പച്ചയ്ക്ക് കഴിക്കുന്നവയുമുണ്ട്. നമുക്ക് ആവശ്യമുള്ള സോസുകളെല്ലാം ചേർത്ത് നമ്മുടെ പാകത്തിന് ഇവർ പ്രിപ്പയർ ചെയ്തു തരും. അതിനപ്പുറത്ത് ഡെസേർട്ടുകളാണ്. ചൈനയിൽ നിന്നുള്ള ഭക്ഷണ വൈവിധ്യങ്ങൾക്ക് പുറമെ ഇന്ത്യൻ ഫ്ലേവറുകൾ, വെസ്റ്റേൺ കോണ്ടിനെൻ്റൽ വിഭവങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഒരു ഷെഫ് സ്റ്റീക്ക് ഉണ്ടാക്കുന്നത് കുറച്ചു നേരം ഞാൻ നോക്കി നിന്നു. ഹോട്ട് പോട്ടിൻ്റെ ഒരു ചെറിയ രൂപമാണിത്. തിളയ്ക്കുന്ന മസാല കലർന്ന വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും മാംസവും എല്ലാം ഇടുക. വെന്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കുക. അതാണ് ഹോട്ട് പോട്ട്. ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഈ ബിൽഡിങ്ങിൻ്റെ ചുറ്റിലും നടന്ന് ഷെൻസൻ്റെ രാത്രികാല ആകാശ ദൃശ്യങ്ങൾ കൂടെ കണ്ടു. വീക്കെൻഡുകളിലായിരുന്നെങ്കിൽ ഇവിടെ ബിൽഡിങ്ങുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ലൈറ്റിംഗ് ഷോ കൂടെ കാണാമായിരുന്നു. സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. അതിവേഗ ലിഫ്റ്റ് എടുത്ത് KK ടവറിൻ്റെ പുറത്തെത്തി. പോകുന്ന വഴിക്ക് ഒരു മാർക്കറ്റ് കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് വിനോദേട്ടൻ പറഞ്ഞു. ഷെൻസൻ്റെ ഹൃദയഭാഗത്തുള്ള ഹോൻചോം ബേ മാർക്കറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് വിപണികളായി അറിയപ്പെടുന്നു. നിരവധി കെട്ടിടങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ഈ വിപണി മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടർ ഘടകങ്ങൾ, ഡ്രോണുകൾ, സ്മാർട്ട് വാച്ചുകൾ, ക്യാമറ ഉപകരണങ്ങൾ, ഗെയിമിംഗ് ആക്സസറികൾ തുടങ്ങി സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഒരു മഹാസമാഹാരമാണ്. പുതിയ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, അപൂർവ സ്പെയർ പാർട്സുകളും പ്രോട്ടോടൈപ്പ് ഘടകങ്ങളും ഇവിടെ ലഭ്യമാകുന്നതിനാൽ ലോകമെമ്പാടുമുള്ള വ്യാപാരികളും സാങ്കേതിക വിദ്യാപ്രേമികളും ഈ മാർക്കറ്റിലേക്ക് എത്തിച്ചേരുന്നു. ചൈനയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ഷെൻസൻ്റെ സംരംഭക മനോഭാവവും നവീകരണ ശക്തിയും ഏറ്റവും വ്യക്തമായി അനുഭവിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഹോച്ചാംബേ മാർക്കറ്റ്. ഇലക്ട്രോണിക്സ് ലോകത്തെക്കുറിച്ച് കൗതുകമുള്ളവർക്ക് ഷെൻസൺ യാത്രയിലെ ഒഴിവാക്കാനാവാത്ത ഒരു പ്രത്യേക ആകർഷണമാണ് ഈ വിപണി. 2 പേർക്കിരുന്ന് യാത്ര ചെയ്യാവുന്ന ഒരു ഫ്ലൈയിങ് കാർ കോൺസെപ്റ്റാണ് ഇത്. ഇവിടുത്തെ ഒരു പ്രശസ്തമായ കാർ കമ്പനിയുടേതാണ് ഇത്. നേരം ഒരുപാട് വൈകിയിരിക്കുന്നു. ഷോപ്പുകളെല്ലാം അടച്ചു തുടങ്ങി. ഷോപ്പിങ്ങിന് വേണ്ടി മറ്റൊരു ദിവസം എന്തായാലും ഇവിടേക്ക് വരണമെന്നുറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി തിരിച്ച് ഹോട്ടലിലേക്ക്.